ജോബ് അധ്യായം 11. നാമാത്തിനായ സോഫാർ പറഞ്ഞു, അധിഭാഷണത്തിന് മറുപടി ലഭിക്കാതിരിക്കുമോ? ഏറെ പറഞ്ഞാൽ ന്യായീകരണമാകുമോ? നിന്റെ ജൽപ്പനം മനുഷ്യരെ നിശബ്ദരാക്കുമോ? നിന്റെ പരിഹാസത്തിന് ആരും നിന്നെ ലജ്ജിതനാക്കുകയില്ലേ? ഞാൻ പറയുന്നത് കളങ്കരഹിതമാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ നിർമ്മലനാണ് എന്ന് നീ പറയുന്നു. ദൈവം അധരം തുറന്ന് നിന്നോട് സംസാരിക്കുകയും ദുർഗ്രഹമായ ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ നിന്നെ അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിന്റെ അകൃത്യങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറച്ച് മാത്രമേ ദൈവം നിന്നിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ദുരൂഹ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിനക്ക് കഴിയുമോ? സർവശക്തൻ്റെ സീമ നിർണയിക്കാൻ നിനക്ക് സാധിക്കുമോ? അത് ആകാശത്തേക്കാൾ ഉന്നതമാണ്, നിനക്കെന്ത് ചെയ്യാൻ കഴിയും? അത് പാതാളത്തേക്കാൾ അഗാധമാണ്, നിനക്കെന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അത് ഭൂമിയേക്കാൾ നീളമുള്ളതും സമുദ്രത്തേക്കാൾ വീതിയേറിയതുമാണ്. അവിടുന്ന് കടന്നുവന്ന് ബന്ധനത്തിലാക്കുകയും ന്യായവിധിക്ക് വിളിക്കുകയും ചെയ്താൽ ആർക്ക് അവിടുത്തെ തടയാൻ കഴിയും? എന്തെന്നാൽ നിസ്സാരരായ മനുഷ്യരെ അവിടുന്ന് അറിയുന്നു. അകൃത്യങ്ങൾ കാണുമ്പോൾ അവിടുന്ന് അത് കണക്കിലെടുക്കാതിരിക്കുമോ? കാട്ടുകഴുതിയുടെ കുട്ടി മനുഷ്യനായി പിറക്കുമ്പോൾ മൂഢൻ ബുദ്ധിമാനായിത്തീരും. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നതെങ്കിൽ അത് നീക്കിക്കളയുക. നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കുടിപാർക്കാതിരിക്കട്ടെ. അപ്പോൾ നിശ്ചയമായും കളങ്കരഹിതനായി നീ നിന്റെ മുഖമുയർത്തും. നീ സുരക്ഷിതനും നിർഭയനും ആയിരിക്കും. നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും. ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ. നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും. അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും. പ്രത്യാശയുള്ളതുകൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും. നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും. വിശ്രമിക്കുന്ന നിന്നെ ആരും ഭയപ്പെടുത്തുകയില്ല. അനേകർ നിന്റെ പ്രസാദം യാചിക്കും. ദുഷ്ടരുടെ കണ്ണുകൾ നിഷ്പ്രഭമാകും. രക്ഷാമാർഗങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല. മരണം മാത്രമാണ് അവർക്ക് പ്രത്യാശിക്കാനുള്ളത്. ജോബ് അധ്യായം 12. ജോബ് പറഞ്ഞു, നിങ്ങളുടേത് ജനസ്വരമാണ്, സംശയമില്ല. നിങ്ങൾ മരിച്ചാൽ വിജ്ഞാനവും ഇല്ലാതാകും. എന്നാൽ നിങ്ങളെപ്പോലെ എനിക്കും ജ്ഞാനമുണ്ട്. ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല. ഇതൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഞാൻ എൻ്റെ സ്നേഹിതന്മാർക്ക് പരിഹാസപാത്രമാണ്. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്കുത്തരമരുളി. ഞാൻ നിഷ്കളങ്കനും നീതിമാനുമാണ്, എന്നിട്ടും ഞാൻ പരിഹാസപാത്രമായി തീർന്നു. സ്വസ്ഥത അനുഭവിക്കുന്നവൻ നിർഭാഗ്യത്തെ അവജ്ഞയോടെ നോക്കുന്നു. കാലിടറുന്നവനെ അത് തള്ളിയിടുന്നു. കവർച്ചക്കാരുടെ കൂടാരങ്ങൾ സമാധാനപൂർണമാണ്. ദൈവം തങ്ങൾക്ക് അധീനനെന്ന് വിചാരിച്ച് അവിടുത്തെ പ്രകോപിപ്പിക്കുന്നവൻ സുരക്ഷിതനാണ്. വന്യമൃഗങ്ങളോട് ചോദിക്കുവിൻ, അവ നിങ്ങളെ പഠിപ്പിക്കും. ആകാശപ്പറവകളോട് ചോദിക്കുവിൻ, അവ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഭൂമിയിലെ സസ്യങ്ങളോട് ചോദിക്കുവിൻ, അവ നിങ്ങളെ ഉപദേശിക്കും. ആഴിയിലെ മത്സ്യങ്ങളും നിങ്ങളോട് പ്രഖ്യാപിക്കും. കർത്താവിൻ്റെ കരങ്ങളാണ് ഇവയെല്ലാം പ്രവർത്തിച്ചതെന്ന് അവയിൽ ഏതിനാണ് അറിഞ്ഞുകൂടാത്തത്? മാനവരാശിയുടെ ജീവശ്വാസവും സകല ജീവജാലങ്ങളുടെയും പ്രാണനും അവിടുത്തെ കരങ്ങളിലാണ്. നാവ് ഭക്ഷണത്തിൻ്റെ സ്വാദ് പരിശോധിക്കുന്നത് പോലെ ചെവി വാക്കുകളെ പരിശോധിക്കുകയില്ലേ? വൃദ്ധരിലാണ് വിജ്ഞാനം, വയോധികനിലാണ് വിവേകം. വിജ്ഞാനവും ശക്തിയും ദൈവത്തോടുകൂടെയാണ്. അവിടുത്തേക്ക് ആലോചനയും വിവേകവുമുണ്ട്. അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയുകയില്ല.
അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയുകയില്ല. അവിടുന്ന് ജലത്തെ തടഞ്ഞു നിർത്തിയാൽ അത് വറ്റിപ്പോകുന്നു. അവിടുന്ന് അവയെ തുറന്നുവിടുമ്പോൾ അവ ഭൂമിയെ മൂടിക്കളയുന്നു. ശക്തിയും ജ്ഞാനവും അവിടുത്തോടു കൂടെയാണ്. വഞ്ചിതനും വഞ്ചകനും അവിടുത്തേക്ക് അധീനർ. അവിടുന്ന് ഉപദേഷ്ടാക്കളുടെ ജ്ഞാനം ഉരിഞ്ഞുകളയുന്നു. ന്യായാധിപന്മാരെ ഭോഷന്മാരാക്കുന്നു. രാജാക്കന്മാരുടെ അരപ്പട്ട അവിടുന്ന് അഴിക്കുകയും അവരെ കച്ചയുടുപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പുരോഹിതന്മാരുടെ അങ്കി ഉരിഞ്ഞുകളയുന്നു, ശക്തരെ മറിച്ചിടുന്നു. അവിടുന്ന് വിദഗ്ധരായ ഉപദേഷ്ടാക്കളെ മൂകരാക്കുന്നു. അവിടുന്ന് വൃദ്ധരുടെ വിവേകം എടുത്തുകളയുന്നു. അവിടുന്ന് പ്രഭുക്കളുടെ മേൽ നിന്ന ചൊരിയുകയും ശക്തരുടെ അരപ്പട്ട അയക്കുകയും ചെയ്യുന്നു. അന്ധകാരത്തിലാണ്ട ആഴങ്ങളെ അവിടുന്ന് അനാവരണം ചെയ്യുന്നു. സാന്ദ്രമായ തമസിനെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. അവിടുന്ന് രാജ്യങ്ങളെ ബലപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവയെ വിസ്തൃതമാക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ജനപ്രമാണികളുടെ വിവേകം എടുത്തുകളയുകയും വഴിയില്ലാത്ത വിജനതയിൽ അലയാൻ അവർക്കിടവരുത്തുകയും ചെയ്യുന്നു. അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്നു. ഉന്മത്തനെ പോലെ കാലുറയ്ക്കാതെ നടക്കാൻ അവർക്കിടയാക്കുന്നു. ജോബ് അധ്യായം 13. ഞാൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു. ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല. ഞാൻ സർവശക്തനോട് സംസാരിക്കും. ദൈവവുമായി ന്യായവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. നിങ്ങളാകട്ടെ വ്യാജം കൊണ്ട് വെള്ള പൂശുന്നു. നിങ്ങൾ വിലയില്ലാത്ത വൈദ്യന്മാരാണ്. നിങ്ങൾ മൗനം അവലംബിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ജ്ഞാനമാകുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ന്യായവാദം ശ്രവിക്കുവിൻ, അഭ്യർത്ഥനകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നുണ പറയുമോ? അവിടുത്തേക്ക് വേണ്ടി വഞ്ചന സംസാരിക്കുമോ? നിങ്ങൾ ദൈവത്തോട് പക്ഷപാതം കാണിക്കുമോ? അവിടുത്തേക്ക് വേണ്ടി ന്യായവാദം നടത്തുമോ? അവിടുന്ന് നിങ്ങളെ പരിശോധിച്ചാൽ നിങ്ങളിൽ നന്മ കണ്ടെത്തുമോ? അല്ലെങ്കിൽ മനുഷ്യനെ വഞ്ചിക്കുന്നത് പോലെ അവിടുത്തെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? രഹസ്യമായി പക്ഷപാതം കാണിച്ചാൽ നിശ്ചയമായും അവിടുന്ന് നിങ്ങളെ ശകാരിക്കും. അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലേ? അവിടുത്തെക്കുറിച്ചുള്ള ഭീതി നിങ്ങളുടെ മേൽ പതിക്കുകയില്ലേ? നിങ്ങളുടെ സൂക്തങ്ങൾ നാശത്തിൻ്റെ പഴമൊഴികളത്രേ. നിങ്ങളുടെ ന്യായവാദം കളിമൺ കട്ട പോലെ ദുർബലമാണ്. നിശബ്ദരായിരിക്കുവിൻ, ഞാൻ സംസാരിക്കട്ടെ. എനിക്കെന്തും സംഭവിച്ചു കൊള്ളട്ടെ. ഞാൻ എൻ്റെ മാംസം ചവയ്ക്കാനും ജീവൻ കയ്യിലെടുക്കാനും ഒരുക്കമാണ്. പ്രത്യാശയറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത്? എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും. അധർമ്മി അവിടുത്തെ മുൻപിൽ വരികയില്ല. ഇതായിരിക്കും എൻ്റെ രക്ഷ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. എൻ്റെ പ്രഖ്യാപനം നിങ്ങളുടെ കാതിൽ മുഴങ്ങട്ടെ. ഞാൻ എൻ്റെ ന്യായവാദം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ നിർദോഷനെന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നോട് തർക്കിക്കാൻ ആരുണ്ട്? എന്നെ നിശബ്ദനാക്കി വധിക്കാൻ ആരുണ്ട്? 2 കാര്യങ്ങൾ മാത്രം എനിക്ക് നൽകുക. ഞാൻ അങ്ങിൽ നിന്ന് ഒളിക്കുകയില്ല. അങ്ങയുടെ കരങ്ങൾ എന്നിൽ നിന്ന് പിൻവലിക്കുക. അങ്ങയെക്കുറിച്ചുള്ള ഭീതി എന്നെ പരിഭ്രാന്തനാക്കാതിരിക്കട്ടെ. എന്നിട്ട് വിളിക്കുക, ഞാൻ മറുപടി നൽകാം. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം, അങ്ങുത്തരം പറയുക. എൻ്റെ പാപങ്ങളും അപരാധങ്ങളും എത്ര? എൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും ഏവയെന്ന് പറയുക. അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു? എന്തുകൊണ്ട് ശത്രുവിനെപ്പോലെ എന്നെ കരുതുന്നു? കൊഴിയുന്ന ഇലയെ അങ്ങ് ഭയപ്പെടുത്തുമോ? ഉണങ്ങിയ പതിരിനെ അങ്ങ് അനുധാവനം ചെയ്യുമോ? അങ്ങ് എനിക്കെതിരായി
കഠിനമായ ആരോപണങ്ങൾ എഴുതുന്നു. എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങളുടെ ഫലം എന്നെ അനുഭവിപ്പിക്കുന്നു. അങ്ങ് എൻ്റെ കാലുകൾ ആമത്തിലിടുകയും എൻ്റെ വഴികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എൻ്റെ കാലടികൾക്ക് അങ്ങ് പരിധി വച്ചിരിക്കുന്നു. ചീഞ്ഞഴിഞ്ഞ പദാർത്ഥം പോലെയും ചിതൽ തെന്ന വസ്ത്രം പോലെയും മനുഷ്യൻ നശിച്ചു പോകുന്നു. ജോബ് അധ്യായം 14. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മർത്യൻ അല്പായുസാണ്. അവൻ്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതും. അവൻ പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞു പോകുന്നു. അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ളവനെയാണോ അങ്ങ് നോട്ടമിട്ടിരിക്കുന്നത്? അവനെയാണോ അങ്ങ് വിധിക്കാൻ കൊണ്ടുവരുന്നത്? അശുദ്ധമായതിൽ നിന്ന് ശുദ്ധമായത് ഉണ്ടാക്കാൻ ആർക്ക് കഴിയും? ആർക്കും സാധിക്കുകയില്ല. അവൻ്റെ ദിനങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മാസങ്ങളുടെ എണ്ണം അങ്ങേക്ക് അധീനമാണ്. അവന് കടക്കാൻ പാടില്ലാത്ത പരിധി അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു. അവനിൽ നിന്ന് അങ്ങ് കണ്ണെടുക്കുക, അവനെ തനിയെ വിട്ടേക്കുക. കൂലിക്കാരനെ പോലെ അവൻ തൻ്റെ ദിവസം ആസ്വദിക്കട്ടെ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളംചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. എന്നാൽ മനുഷ്യൻ മരിക്കുന്നു, അവനെ മണ്ണിൽ സംസ്കരിക്കുന്നു. അന്ത്യശ്വാസം വലിച്ചാൽ പിന്നെ അവനെവിടെ? തടാകത്തിലെ ജലം വറ്റിപ്പോകുന്നത് പോലെയും നദി ഉണങ്ങി വരണ്ടു പോകുന്നത് പോലെയും മനുഷ്യൻ ശയ്യയെ അവലംബിക്കുന്നു, പിന്നെ എഴുന്നേൽക്കുന്നില്ല. ആകാശങ്ങളില്ലാതാകുന്നതുവരെ അവൻ എഴുന്നേൽക്കുകയില്ല, ഉറക്കത്തിൽ നിന്ന് ഉണരുകയില്ല. അങ്ങനെ പാതാളത്തിൽ മറയ്ക്കുകയും അങ്ങയുടെ ക്രോധം ശമിക്കുന്നതുവരെ എന്നെ ഒളിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നെങ്കിൽ, എന്നെ ഓർക്കാൻ ഒരു സമയം നിശ്ചയിച്ചിരുന്നെങ്കിൽ. മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ? എങ്കിൽ എൻ്റെ സേവനകാലം തീർന്ന് മോചനത്തിൻ്റെ നാൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. അങ്ങ് വിളിക്കും, ഞാൻ വിളി കേൾക്കും. അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും. അപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എണ്ണും. എൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല. എൻ്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്രവയ്ക്കും. എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും. പർവ്വതങ്ങൾ വീണ് തകരുകയും പാറകൾ ഇളകി മാറുകയും ചെയ്യും. ജലം കല്ലുകൾക്ക് തേയ്മാനം വരുത്തുന്നു. പ്രവാഹത്തിൽ മണ്ണൊലിച്ചു പോകുന്നു. അതുപോലെ അങ്ങ് മനുഷ്യൻ്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു. അങ്ങ് എപ്പോഴും അവൻ്റെ മേൽ വിജയം നേടുന്നു, അവനോ കടന്നുപോകുന്നു. അങ്ങ് അവൻ്റെ മുഖം വിരൂപമാക്കി അവനെ പറഞ്ഞയക്കുന്നു. അവൻ്റെ പുത്രന്മാർ ബഹുമതി നേടുന്നു, പക്ഷേ അവനത് അറിയുന്നില്ല. അവർ അധപ്പതിക്കുന്നു, അതും അവൻ അറിയുന്നില്ല. സ്വന്തം ശരീരത്തിൻ്റെ വേദന മാത്രമാണ് അവൻ അറിയുന്നത്. തനിക്ക് വേണ്ടി മാത്രമാണ് അവൻ വിലപിക്കുന്നത്. ജോബ് അധ്യായം 15. തേമാന്യനായ എലിഫാസ് പറഞ്ഞു, ബുദ്ധിമാൻ പൊള്ളവാക്കുകൾ കൊണ്ട് വാദിക്കുമോ? അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് തന്നെ നിറയ്ക്കുമോ? നിഷ്പ്രയോജനമായ വാദത്തിൽ അവൻ ഏർപ്പെടുമോ? ഉപകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുമോ? എന്നാൽ നിനക്ക് ദൈവഭയം ഇല്ലാതായിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത പോലും നിന്റെ മനസ്സിലില്ല. അകൃത്യങ്ങളാണ് നിന്റെ നാവിനെ ഉപദേശിക്കുന്നത്. വഞ്ചനയുടെ ഭാഷയാണ്
നീ തിരഞ്ഞെടുക്കുന്നത്. ഞാനല്ല, നീ തന്നെയാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത്. നിന്റെ അധരം തന്നെ നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു. നീയാണോ ആദ്യത്തെ മനുഷ്യൻ? പർവ്വതങ്ങൾക്ക് മുൻപേ നീ ജനിച്ചുവോ? ദൈവത്തിൻ്റെ ആലോചനാ സഭയിലെ വിചിന്തനങ്ങൾ നീ കേട്ടിട്ടുണ്ടോ? ജ്ഞാനം മുഴുവൻ നീ കൈയടക്കി വച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്താണ് നിനക്കറിയാവുന്നത്? ഞങ്ങൾക്ക് വ്യക്തമല്ലാത്ത എന്താണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? നരബാധിച്ചവരും വൃദ്ധരും ഞങ്ങളുടെ ഇടയിലുണ്ട്. അവർക്ക് നിന്റെ പിതാവിനേക്കാൾ പ്രായമുണ്ട്. ദൈവത്തിൻ്റെ സമാശ്വാസങ്ങളും നിന്നോട് സൗമ്യമായി പറയുന്ന വാക്കുകളും നിനക്ക് നിസ്സാരമാണോ? എന്തുകൊണ്ടാണ് നീ വികാരാധീനനാകുന്നത്? എന്തിനാണ് നിന്റെ കണ്ണുകൾ ജ്വലിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ദൈവത്തിനെതിരെ കോപമഴിച്ചുവിടുന്നത്? ഇത്തരം വാക്കുകൾ നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്തുകൊണ്ട്? മനുഷ്യന് നിഷ്കളങ്കനായിരിക്കാൻ കഴിയുമോ? സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് നീതിമാനായിരിക്കാൻ സാധിക്കുമോ? തൻ്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല. അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല. മ്ലേച്ഛനും നീചനും വെള്ളം പോലെ അനീതി പാനം ചെയ്യുന്നവനുമായ മനുഷ്യൻ അവരെക്കാൾ എത്രയോ താഴെയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ വ്യക്തമാക്കിത്തരാം. ഞാൻ കണ്ടിട്ടുള്ളവ ഞാൻ വിശദമാക്കാം. ജ്ഞാനികൾ പറഞ്ഞതും അവരുടെ പിതാക്കന്മാർ ഒളിച്ചു വയ്ക്കാതിരുന്നതും തന്നെ. അവർക്ക് മാത്രമാണ് ദേശം നൽകിയത്. അന്യരാരും അവരുടെ ഇടയിലൂടെ കടന്നുപോയില്ല. ദുഷ്ടൻ ജീവിതകാലം മുഴുവൻ അധർമ്മിക്ക് വിധിച്ച നാളുകൾ തികയോളം വേദനയിൽ പുളയുന്നു. ഭീകര ശബ്ദങ്ങൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. ഐശ്വര്യകാലത്ത് വിനാശകൻ അവൻ്റെ മേൽ ചാടി വീഴുന്നു. അന്ധകാരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. വാളിനിരയാകാൻ അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ആഹാരം എവിടെ എന്ന് തിരക്കി അവൻ അലയുന്നു. അന്ധകാരത്തിൻ്റെ ദിനം ആസന്നമായെന്ന് അവൻ അറിയുന്നു. ദുഃഖവും തീവ്രവേദനയും അവനെ ഭീതിപ്പെടുത്തുന്നു. യുദ്ധസന്നദ്ധനായ രാജാവിനെ പോലെ അവ അവനെ കീഴടക്കുന്നു. എന്തെന്നാൽ അവൻ ദൈവത്തിനെതിരെ കൈ ഉയർത്തുകയും സർവശക്തനെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. കനത്ത പരിചയമേന്തി ധിക്കാരപൂർവ്വം അവിടുത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ മുഖവും അരയും മേധസ്സുകൊണ്ട് മൂടിയിരിക്കുന്നു. വിജനമാക്കപ്പെട്ട നഗരങ്ങളിലും ആളൊഴിഞ്ഞ പാർപ്പിടങ്ങളിലും അവൻ വസിച്ചിട്ടുണ്ട്. നാശത്തിന് ഒഴിഞ്ഞിട്ടിരുന്നവയാണ് അവ. അവൻ സമ്പന്നനാവുകയില്ല. അവൻ്റെ ധനം നിലനിൽക്കുകയില്ല. അവൻ ഭൂമിയിൽ വേരുപിടിക്കുകയില്ല. അവന് അന്ധകാരത്തിൽ നിന്ന് മോചനമില്ല. അഗ്നിജ്വാലകൾ അവൻ്റെ ശാഖകളെ ഉണക്കിക്കളയും. അവൻ്റെ പുഷ്പങ്ങൾ കാറ്റിൽ പറത്തിക്കളയും. തന്നെ വഞ്ചിച്ച് അവൻ ശൂന്യതയിൽ ആശ്രയിക്കരുത്. ശൂന്യതയായിരിക്കും അവൻ്റെ പ്രതിഫലം. അവൻ്റെ സമയമാകുന്നതിന് മുൻപ് തന്നെ അവന് ഇത് ഭവിക്കും. അവൻ്റെ ശാഖകൾ ഒരിക്കലും തളിർക്കുകയില്ല. മുന്തിരിച്ചെടിയുടേതുപോലെ അവൻ്റെ അപക്വഫലങ്ങൾ കൊഴിയും. ഒലിവ് മരത്തിൻ്റെതെന്ന പോലെ അവൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോകും. എന്തെന്നാൽ അധർമ്മികളോട് സംഘം ചേരുന്നത് നിഷ്ഫലമായിരിക്കും. കൈക്കൂലിയുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാകും. അവർ ദ്രോഹം ഗർഭം ധരിച്ച് തിന്മയെ പ്രസവിക്കുന്നു. അവരുടെ ഹൃദയം വഞ്ചന ഒരുക്കുന്നു. Chapter 11. And Zophar the Naamathite spoke out and said, Should not the man of many words be answered? Or must the garrulous man necessarily be right? Shall your babblings keep men silent? And shall you deride, and no one give rebuke? Shall you say, My teaching is pure, and I am clean in your sight? But oh, that God would speak and open his lips against you, and tell you that the secrets of wisdom are twice as effective, so you might learn that God will make you answer for your guilt. Can you penetrate the designs of God? Dare you vie with the perfection of the Almighty? It is higher than the heavens. What can you do?
It is deeper than the nether world. What can you know? It is longer than the earth in measure, and broader than the sea. If he seize and imprison or call to judgment, who then can say him nay? For he knows the worthlessness of men, and sees iniquity. Will he then ignore it? Will empty man then gain understanding, and the wild jackass be made docile? If you set your heart aright, and stretch out your hands toward him, if you remove all iniquity from your conduct, and let not injustice dwell in your tent, surely then you may lift up your face in innocence, you may stand firm and unafraid. For then you shall forget your misery, or recall it like waters that have ebbed away. Then your life shall be brighter than the noonday. Its gloom shall become as the morning, and you shall be secure because there is hope. You shall look round you and lie down in safety, and you shall take your rest with none to disturb. Many shall entreat your favor, but the wicked looking on shall be consumed with envy. Escape shall be cut off from them, they shall wait to expire. Chapter 12. Then Job replied and said, No doubt you are the intelligent folk, and with you wisdom shall die. But I have intelligence as well as you, for who does not know such things as these? I have become the sport of my neighbors. The one whom God answers when he calls upon him, the just, the perfect man, is a laughingstock. The undisturbed esteem my downfall a disgrace, such as awaits unsteady feet. Yet the tents of robbers are prosperous, and those who provoke God are secure. But now ask the beasts to teach you, and the birds of the air to tell you, or the reptiles on earth to instruct you, and the fish of the sea to inform you, which of all these does not know that the hand of God has done this? In his hand is the soul of every living thing, and the life-breath of all mankind. Does not the ear judge words, as the mouth tastes food? So with old age is wisdom, and with length of days understanding. With him are wisdom and might. His are counsel and understanding. If he breaks a thing down, there is no rebuilding. If he imprisons a man, there is no release. He holds back the waters, and there is drought. He sends them forth, and they overwhelm the land. He loosens the bonds imposed by kings, and leaves but a waist cloth to bind the king's own loins. He breaks down the barriers of the streams, and lets their never-failing waters flow away. With him are strength and prudence. The misled and the misleaders are his. He sends counselors away barefoot, and of judges he makes fools. He silences the trusted adviser, and takes discretion from the aged. The recesses of the darkness he discloses, and brings the gloom forth to the light. He makes nations great, and he destroys them. He spreads people abroad, and he abandons them. He takes understanding from the leaders of the land, till they grope in the darkness without light. He makes them stagger like drunken men. Chapter 13. Lo, all this my eye has seen, my ear has heard and perceived it. What you know, I also know. I fall not short of you. But I would speak with the Almighty. I wish to reason with God. You are glossing over falsehoods and offering vain remedies, every one of you. Oh, that you would be altogether silent. This for you would be wisdom. Hear now the rebuke I shall utter, and listen to the reproof from my lips. Is it for God that you speak falsehood? Is it for him that you utter deceit? Is it for him that you show partiality? Do you play advocate on behalf of God? Will it be well when he shall search you out? Would you impose on him as one does on men? He will openly rebuke you if even in secret you show partiality. Surely will his majesty affright you, and the dread of him fall upon you. Your reminders are ashy maxims. Your fabrications are mounds of clay. Be silent, let me alone, that I may speak, and give vent to my feelings. I will carry my flesh between my teeth, and take my life in my hand. Slay me though he might, I will wait for him. I will defend my conduct before him, and this shall be my salvation,
that no impious man can come into his presence. Pay careful heed to my speech, and give my statement a hearing. Behold, I have prepared my case. I know that I am in the right. If anyone can make a case against me, then I shall be silent and die. These things only do not use against me. Then from your presence I need not hide. Withdraw your hand far from me, and let not the terror of you frighten me. Then call me, and I will respond. Or let me speak first, and answer me. What are my faults and my sins? My misdeeds and my sins make known to me. Why do you hide your face, and consider me your enemy? Will you harass a wind-driven leaf, or pursue a withered straw? For you draw up bitter indictments against me, and punish in me the faults of my youth. You put my feet in the stocks. You watch all my paths, and trace out all my footsteps. Chapter 14. Man born of woman is short-lived and full of trouble, like a flower that springs up and fades, swift as a shadow that does not abide. Upon such a one will you cast your eyes, so as to bring him into judgment before you, though he wears out like a leather bottle, like a garment that the moth has consumed. Can a man be found who is clean of defilement? There is none, however short his days. You know the number of his months. You have fixed the limit which he cannot pass. Look away from him, and let him be, while, like a hireling, he completes his day. For a tree there is hope, if it be cut down, that it will sprout again, and that its tender shoots will not cease. Even though its root grow old in the earth, and its stump die in the dust, yet at the first whiff of water it may flourish again, and put forth branches like a young plant. But when a man dies, all vigor leaves him. When man expires, where then is he? As when the waters of a lake fail, or a stream grows dry and parches. So men lie down and rise not again. Till the heavens are no more, they shall not awake, nor be roused out of their sleep. Oh, that you would hide me in the nether world, and keep me sheltered till your wrath is past. Would fix a time for me, and then remember me. When a man has died, were he to live again? All the days of my drudgery I would wait, until my relief should come. You would call, and I would answer you. You would esteem the work of your hands. Surely then you would count my steps, and not keep watch for sin in me. My misdeeds would be sealed up in a pouch, and you would cover over my guilt. But as a mountain falls at last, and its rock is moved from its place, as waters wear away the stones, and floods wash away the soil of the land, so you destroy the hope of man. You prevail once for all against him, and he passes on. With changed appearance you send him away. If his sons are honored, he is not aware of it. If they are in disgrace, he does not know about them. Only his own flesh pains him, and his soul grieves him. Chapter 15. Then Eliphaz the Temanite spoke and said, Should a wise man answer with airy opinions, or puff himself up with wind? Should he argue in speech which does not avail, and in words which are to no profit? You in fact do away with piety, and you lessen devotion toward God, because your wickedness instructs your mouth, and you choose to speak like the crafty. Your own mouth condemns you, not I. Your own lips refute you. Are you indeed the firstborn of mankind, or were you brought forth before the hills? Are you privy to the counsels of God, and do you restrict wisdom to yourself? What do you know that we do not know? What intelligence have you which we have not? There are gray-haired old men among us, more advanced in years than your father. Are the consolations of God not enough for you, and speech that deals gently with you? Why do your notions carry you away, and why do your eyes blink, so that you turn your anger against God, and let such words escape your mouth? What is a man that he should be blameless, one born of woman that he should be righteous?
If in his holy ones God places no confidence, and if the heavens are not clean in his sight, how much less so is the abominable, the corrupt, man who drinks in iniquity like water. I will show you, if you listen to me, what I have seen I will tell. What wise men relate and have not contradicted since the days of their fathers, to whom alone the land was given when no foreigner moved among them. The wicked man is in torment all his days, and limited years are in store for the tyrant. The sound of terrors is in his ears. When all is prosperous, the spoiler comes upon him. He despairs of escaping the darkness, and looks ever for the sword. A wanderer, food for the vultures, he knows that his destruction is imminent. By day the darkness fills him with dread, distress and anguish overpower him. Because he has stretched out his hand against God, and bade defiance to the Almighty. One shall rush sternly upon him with the stout bosses of his shield, like a king prepared for the charge. Because he has blinded himself with his crassness, padding his loins with fat, he shall dwell in ruinous cities, in houses that are deserted, that are crumbling into clay, with no shadow to lengthen over the ground. He shall not be rich, and his possessions shall not endure, for vain shall be his bartering. A flame shall wither him up in his early growth, and with the wind his blossom shall disappear. His stalk shall wither before its time, and his branches shall be green no more. He shall be like a vine that sheds its grapes unripened, and like an olive tree casting off its bloom. For the breed of the impious shall be sterile, and fire shall consume the tents of extortioners. They conceive malice and bring forth emptiness. They give birth to failure.